ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ വിട്ടിട്ടുള്ളത് വേറെ എങ്ങോട്ടേക്കല്ല, അമ്പലത്തിലേക്കാണ്. കുഞ്ഞിൻ്റെ തുലാഭാരം ഓർന്ന് ഓണത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഇത് നടത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആരും വീട്ടിലോട്ട് തിരിച്ചൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവർ ഓണത്തിൻ്റെ അന്ന് വന്നു കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങനെ നിൽക്കാറില്ല. ചേച്ചി ഓണത്തിൻ്റെ ഒന്ന് നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കേട്ടോ ചേച്ചിയും ചേട്ടനും പോവാറ്. അപ്പോൾ ഇവൻ്റെ ഈ തുലാഭാരം നടത്താനുള്ളതുകൊണ്ട് ചേച്ചി ഉച്ചയ്ക്കായിരുന്നു ജോലിക്ക് കയറിയത്. ചേച്ചിക്ക് ലീവൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന നേരത്താണെങ്കിലും നിവേദ്യം നടക്കണോണ്ട് നമുക്ക് ആ സമയത്ത് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ അവരുടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുമേനി വന്നിട്ട് നമ്മൾ ഇതൊക്കെ സെറ്റാക്കി വെക്കണ്ടായിരുന്നു. പഴം കൊണ്ടായിരുന്നു കേട്ടോ തുലാഭാരം നടത്തിയിരുന്നത്. പിന്നെ കുഞ്ഞിലേ നേർന്ന ഒരു നേർച്ച എന്തോ ആയിരുന്നു. അത് ഇപ്പോഴാണ് നടത്താനൊരു അവസരം കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു ഓണത്തിൻ്റെ പിറ്റേ ദിവസം അവിടെ നടത്താമെന്ന്. അത് കൈയോടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് അതിനകത്ത് കയറിയതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് ചിരിക്കൊക്കെ ആയിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി. ലാസ്റ്റ് ആ ചേട്ടൻ ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിയത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് കുറച്ച് എടുത്തിട്ട് പൊന്നൂസിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അവളുടെ തലയിൽ വെച്ചിട്ടാണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. നല്ല ചുരുണ്ട മുടി ആയതുകൊണ്ട് അവളുടെ തലയിൽ വെച്ചിട്ടായാലും കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് നല്ല പഴവും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേന്ന് ഞാൻ എൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് പഴമൊക്കെ മേടിച്ചതിന് നന്ദു ഇപ്പോൾ ഓടേണ്ടത് വേറെ ഇങ്ങോട്ടേക്കല്ല, പായസം കുടിക്കാനാണ്. പാൽപ്പായസം കിട്ടി കഴിഞ്ഞാൽ കുടിക്കാത്ത ടീമുകൾ അമ്പലത്തിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഓടേണ്ടതാണ് ആ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാരി മേടിക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് ചെറുതായിട്ട് പോയി. പിന്നെ നമ്മൾ എങ്ങനെയെങ്ങാണ്ടൊക്കെ വണ്ടി ഉന്തി വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വണ്ടിയുടെ കാറ്റ് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ചിക്കൻ മേടിക്കാൻ. ഓണമായിട്ട് നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ചിക്കൻ മേടിച്ചു. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ എൻ്റെ പുറകെ വണ്ടി പോയി, ഇല്ലെങ്കിൽ വണ്ടിയും വരും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.